മൊബൈലിലൂടെ കോപ്പിയടിച്ചതിന് ഡീബാർ ചെയ്യപ്പെട്ട എസ്എഫ്ഐ നേതാവ് എസ്എഫ്ഐയുടെ ആദർശം നടപ്പാക്കാൻ കോഴ്സ് മാറി കേരള സർവകലാശാലയുടെ കാര്യവട്ടത്തെ കോളേജിൽ ഡിഗ്രിക്ക് പുനഃപ്രവേശനം സംഘടിപ്പിച്ചു. കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ BSc സ്റ്റാറ്റിസ്റ്റിക്സ് വിദ്യാർത്ഥിയായിരുന്ന എസ്എഫ്ഐ നേതാവ് MB ആദർശാണ് കേരള സർവകലാശാല കഴിഞ്ഞ ദിവസം നേരിട്ട് നടത്തിയ സ്പോട്ട് അഡ്മിഷനിൽ അതേ കോളേജിൽ BSc കെമിസ്ട്രിക്ക് നിയമവിരുദ്ധ പ്രവേശനം നേടിയത്. കോളേജ് പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി പിൻവലിച്ചതിന്റെ മറപറ്റി 2016-ൽ BSc കോഴ്സിന് ചേർന്ന ഇയാൾ പഠനം നിർത്തിയിരുന്നു. പിന്നീട് കഴിഞ്ഞ മാർച്ചിലെ സപ്ലിമെന്ററി പരീക്ഷയിൽ മൊബൈൽ ഫോൺ വഴി കോപ്പിയടിച്ചത് കണ്ടെത്തിയതിനെ തുടർന്ന് 2027 വരെ ആദർശിനെ ഡീബാർ ചെയ്തിരുന്നു. ഈ നടപടി നിലനിൽക്കെയാണ് മുൻ SFI നേതാവിന് അതേ കോളേജിൽ വീണ്ടും പ്രവേശനം നൽകിയത്. പ്രവേശന പ്രായപരിധി നിർത്തലാക്കിയതോടെ പഠനം ഉപേക്ഷിച്ചിരുന്ന പ്രായത്തിൽ മൂത്തവർ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം ലക്ഷ്യം വെച്ച് കോളേജുകളിൽ പുനഃപ്രവേശനം നേടുന്നതായി വ്യാപകമായി പരാതി ഉയരുന്നതിനിടെയാണ് ഈ സംഭവം. ഒഴിവുള്ള ബിരുദ സീറ്റുകളിൽ പ്രവേശനം നൽകുന്നതിന് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ സർവകലാശാല നേരിട്ട് സ്പോട്ട് അഡ്മിഷൻ നടത്തിയിരുന്നു. ഈ സ്പോട്ട് അഡ്മിഷനിൽ 2027 വരെ വിലക്കേർപ്പെടുത്തിയത് മറച്ചുവെച്ചാണ് SFI നേതാവിന് കാര്യവട്ടം യൂണിവേഴ്സിറ്റി ഗവൺമെന്റ് കോളേജിൽ തന്നെ നിയമവിരുദ്ധ പ്രവേശനം നേടിയത്. 2016-19 വർഷം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ സ്റ്റാറ്റിസ്റ്റിക്സ് BSc വിദ്യാർത്ഥിയായിരുന്നു SFI മുൻ ഏരിയ സെക്രട്ടറി MB ആദർശ്. കഴിഞ്ഞ മാർച്ചിൽ നടന്ന സപ്ലിമെന്ററി പരീക്ഷ എഴുതവേ ഇയാളിൽ നിന്ന് ഇൻവിജിലേറ്റർ ഫോൺ പിടിച്ചെടുക്കുകയും കഴക്കൂട്ടം പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തു. പോലീസ് നടത്തിയ പരിശോധനയിൽ ആദർശിൽ നിന്ന് മറ്റൊരു ഫോൺ കൂടി പിടിച്ചെടുത്തു. ഇയാൾ ചോദ്യപേപ്പർ വാട്സപ്പ് വഴി പുറത്ത് അയച്ചു കൊടുക്കുകയും സുഹൃത്ത് ഉത്തരങ്ങൾ വാട്സപ്പ് മുഖേന തിരികെ അയക്കുകയും ചെയ്തതായി പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് സർവകലാശാലയുടെ സ്ഥിരം അച്ചടക്ക സമിതി കോപ്പിയടി ബോധ്യപ്പെട്ടതിനെ തുടർന്ന് എഴുതിയ പരീക്ഷകൾ റദ്ദാക്കി. 2025 മുതൽ 2 വർഷത്തേക്ക് യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതുന്നതിൽ നിന്നും സ്ഥിരമായി വിലക്കിക്കൊണ്ടുള്ള ശിക്ഷയും നടപ്പിലാക്കി. ഈ നേതാവിനാണ് ഇപ്പോൾ അതേ കോളേജിൽ തന്നെ കെമിസ്ട്രി ഐച്ഛിക വിഷയമായി 4 വർഷ ബിരുദ കോഴ്സിന്റെ 1ാം സെമസ്റ്ററിൽ പ്രവേശനം അനുവദിച്ചത്. സ്റ്റാറ്റിസ്റ്റിക്സ് BScക്ക് പഠിച്ച കാലയളവ് ക്യാൻസൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രിൻസിപ്പലിന് വിദ്യാർത്ഥി നേതാവ് അപേക്ഷയും നൽകിയിട്ടുണ്ട്. കോപ്പിയടിച്ചതിന്റെ പേരിൽ 2 വർഷത്തേക്ക് ഡീബാർ ചെയ്ത വിദ്യാർത്ഥിയുടെ പുനഃപ്രവേശനം റദ്ദാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി കേരള VCക്ക് നിവേദനം നൽകി.